ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സെറ്റ് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേരള സ്റ്റൈലിലുള്ള കടലക്കറി, വെള്ളക്കടല കൊണ്ടുള്ള കറി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വെള്ളക്കടല 2 കപ്പ് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. നാളികേരക്കൊത്ത് 1/4 കപ്പ്, സവോള നീളത്തിൽ കട്ട് ചെയ്തത് 2 വലുത്, പച്ചമുളക് നീളത്തിൽ 2ആയി പിളർന്നത് 6 എണ്ണം, ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 3 തണ്ട്, ടൊമാറ്റോ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 വലുത്, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/4 കപ്പ്, വെള്ളം 4 കപ്പ്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിൽ നമുക്ക് കടല വേവിക്കണം. ഇതിനു വേണ്ടി ഒരു പ്രഷർ കുക്കറിലോട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല, നാളികേരക്കൊത്ത്, എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്നും പകുതി ഇഞ്ചി, 3 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും കുറച്ച് സവോള, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ടതിന് ശേഷം ഇനി ഇതിലോട്ട് കടല മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യുക. വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് കടല വെന്ത് കിട്ടും. ഇപ്പോൾ 3 വിസിൽ കഴിഞ്ഞു. ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം കുക്കർ ഓപ്പൺ ചെയ്യാൻ. ഈ സമയത്ത് നമുക്ക് കടലക്കറിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സവോള, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. സവോള ഇപ്പോൾ വാടിയിട്ടുണ്ട്. ഇതിലോട്ട് ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്.
നമുക്കിനി ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ആദ്യം വഴറ്റുക. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയിട്ട് വഴറ്റുക. മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. മസാല ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇപ്പോൾ കടലക്കറിക്ക് വേണ്ട മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പ്രഷർ കുക്കറിൻ്റെ പ്രഷറെല്ലാം ഇപ്പോൾ പോയി. നമുക്കിത് തുറന്നു നോക്കാം. കടല ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കൂടുതൽ വെന്തു പോകരുതേ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കടല വെള്ളത്തോടുകൂടി തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ആഡ് ചെയ്യുക. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കൂടുതൽ വെള്ളം വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ഈ സമയത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചാറൊന്ന് കുറുകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഗ്രേവി കുറുകിയിട്ടുണ്ട്. ഈ കടലക്കറി ഇരിക്കും തോറും ഒന്നുകൂടി കുറുകും. ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾക്ക് വേണ്ടതുപോലെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കടലക്കറിയുടെ ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.